ഹലോ. അപ്പോൾ നമ്മളിന്ന് തിരുവനന്തപുരം വരെ ഒന്ന് പോവാനേ. അവിടെ ഒരു ആവശ്യമുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു ഷോപ്പിംഗ് കൂടെ ആകാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് ചെയ്ത ഷോപ്പിംഗ് എല്ലാം കൂടെയാണ് നമ്മുടെ വ്ലോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇങ്ങനെ ബ്രിഡ്ജ് വഴി കയറി ഞങ്ങൾ ലുലുവിലേക്ക് പോവുകയാണേ. സൺഡേ പോയത്, ഭയങ്കര തിരക്കായിരുന്നു, നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു. പിന്നെ അവിടെ നല്ല മഴയുമായിരുന്നു പോയ സമയത്ത്. അങ്ങനെ അവിടെ 1-2 ഫോട്ടോസൊക്കെ എടുത്തിട്ട് നേരെ കയറി ചെന്നു. അണ്ണൻ ഞങ്ങളെ വിട്ടിട്ട് ഒരാവശ്യം ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് ഒരു അരമണിക്കൂറിൽ വരാമെന്ന് പറഞ്ഞു. അപ്പം ഞാനും മക്കളും അവിടെ ഇറങ്ങി. അവിടെയൊക്കെ ഒന്ന് കറങ്ങി, സ്റ്റുഡിയോയിലും മാക്സിലും ഒക്കെ ജസ്റ്റ് ഒന്ന് കയറി എല്ലാം നോക്കി. നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി കുറച്ച് നേരം ഇങ്ങനെ നടന്നു. നല്ല അടിപൊളി ഡ്രസ്സ് കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മക്കൾക്ക് വെള്ളം വേണമായിരുന്നു പറഞ്ഞ് വെള്ളം കൊടുത്തു. പിന്നെ നേരെ ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ് പോകുന്നത്. നമ്മൾ മെയിനായിട്ട് പോകുന്നത് അവിടെ ഉദ്ദേശിച്ചാണ് പോകുന്നത്. നേരെ ചെന്ന് ഹൈപ്പർ മാർക്കറ്റിലോട്ട് കയറി. അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ കുറച്ച് ഓഫർ ഉള്ളൊരു ഇതുണ്ട്. ഹൈപ്പർ മാർക്കറ്റിലോട്ട് കയറുമ്പോൾ തന്നെ കുറേ പാത്രങ്ങളും സംഭവങ്ങളും ഒക്കെ ഓഫറിലുള്ളത്. ഇത് തന്നെ നമുക്ക് അതിൻ്റെ അകത്തും സംഭവം കിട്ടും. എന്നാലും ഇവിടെ സ്പെഷ്യലായിട്ട് അതെല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു ബിരിയാണി പോട്ടാണ് അത്. അതിൻ്റെ റേറ്റാണ് മുകളിൽ കിടക്കുന്നത് 2399 രൂപ. പക്ഷെ നല്ല കട്ടിയുണ്ട്, നല്ല കട്ടിയുള്ളൊരു പാത്രം അത്. അങ്ങനെ ചുമ്മാ അതൊക്കെ ഒന്ന് നോക്കി അകത്ത് നോക്കിയിട്ട് പിന്നെ അവിടെ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഞങ്ങളൊന്നും എടുത്തില്ല. അല്ലെങ്കിൽ നമ്മൾ ഇത് വാങ്ങിയിട്ട് പിന്നെ അതും കൊണ്ട് അകത്ത് കയറേണ്ടി വരും. അതുകൊണ്ട് ജസ്റ്റ് അതെല്ലാം ഒന്ന് നോക്കി. നല്ല ദോശക്കല്ല്, അത് കഴിഞ്ഞ തവണ ഞാൻ ഇവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല നെയ് റോസ്റ്റൊക്കെ ചൂടാൻ നല്ല വലിപ്പത്തിലുള്ളൊരു പാത്രമാണ്. മോളവിടെ പാത്രമൊക്കെ എടുത്ത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുക. നല്ല ക്യൂട്ടൊരു പാത്രം അത്. പിന്നെ ഇങ്ങനത്തെ ഉള്ള പാത്രം ഐറ്റംസിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. ഇതൊക്കെ കുറച്ച് ലാഭമായിട്ടുള്ള ഐറ്റമാണ്. ഇടയ്ക്കൊക്കെ ഞങ്ങളിങ്ങനെ പോകുമ്പോൾ മേടിക്കും. ഇതിപ്പോൾ എത്രാമത്തെ തവണ അവിടെ പോകുന്നത് ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല. അത്രയും പ്രാവശ്യം ഞങ്ങൾ ലുലുവിൽ പോയിട്ടുണ്ട്. അവരിത് പോയി ചാടി എടുക്കുക, അതിനകത്ത് കയറിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഹൈപ്പർ മാർക്കറ്റിലോട്ട് കയറുക. അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അതിനകത്തും നല്ല തിരക്കുണ്ടായിരുന്നു. കുറേ ഓഫറൊക്കെ ഉണ്ടായിരുന്നു. സൺഡേ ആയതുകൊണ്ടായിരിക്കും നല്ല ഓഫറൊക്കെ ഉണ്ടായിരുന്നു. മോള് പോയൊരു അവൾക്ക് ഫേവററ്റ് ആയിട്ടുള്ള ഐറ്റം ലിച്ചി ജ്യൂസ്, പിന്നെ നെയ്യ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കി. ഇത് ജാഗരിയുടെ പൊടി, പിന്നെ അരിപ്പൊടി 5 കിലോയുടെ, അതൊക്കെ നല്ലൊക്കെ ലാഭമായിട്ടുള്ളത്. നമുക്ക് സ്കൂളൊക്കെ തുറന്നിരിക്കുകയല്ലേ, അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് നമ്മൾ എടുത്താലും തീരുന്നോളൂ. ഇത് നമുക്ക് ചിലവുള്ള ഐറ്റം അതൊക്കെ. പിന്നെ അവിടെ ഹാൻഡ് വാഷിങ് ഏരിയയിൽ അവിടെയൊക്കെ ഹാൻഡ് വാഷ് ലിക്വിഡ്സ്, അങ്ങനെ കുറേ ഐറ്റങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്ത് അവിടെയൊക്കെ ഒന്നിങ്ങനെ കറങ്ങി. ലിക്വിഡ് ഐറ്റംസിൻ്റെ ആണ്. ഫ്ലോർ ക്ലീനറും മെഷീൻ്റെ ലോഷന്, അങ്ങനത്തെ ഐറ്റംസൊക്കെ. പിന്നെ ഈ പാത്രങ്ങളൊക്കെ പുറത്തുള്ള ഐറ്റം തന്നെ ഇവിടെ ഇതിനകത്ത് ഓഫർ ചെയ്ത് വെച്ചിട്ടുണ്ട്.
ചില ഐറ്റങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് മേടിക്കാൻ നല്ല ലാഭമാണ്. ചിലതിന് പുറത്തേക്കാട്ടി റേറ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതുകണ്ട സ്ത്രീകളുടെ ഏരിയ, നല്ല അടിപൊളി പാത്രങ്ങളുടെ കളക്ഷന്, കുക്കറ്, നല്ല ക്യൂട്ടായിട്ടുള്ള പാത്ര ഐറ്റംസ് എല്ലാം. ഞാൻ അവിടെ എല്ലാം ഒന്ന് വീഡിയോ എടുക്കുമായിരുന്നു. നല്ല ബിരിയാണി പോട്ട് പല അളവിലുള്ളത് വെച്ചിട്ടുണ്ട്. നല്ല നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം ഇവിടെ ഉള്ളത് കേട്ടോ. മേടിച്ചാലും നമുക്ക് ഒരിക്കലും നഷ്ടം വരത്തില്ല. പെട്ടെന്നൊന്നും ചീത്തയായി പോകത്തില്ല ഇവിടുന്ന് മേടിക്കുന്ന ഐറ്റം ഒന്നും. ഈ പാത്രങ്ങളൊക്കെ ഇങ്ങനെ കാണുന്ന പോലെ നല്ല കട്ടിയുള്ള പാത്രങ്ങളാണ്, നല്ല കട്ടിയുള്ള. പക്ഷെ അതുപോലെ റേറ്റും ഉണ്ട് അതിന്. ഇതൊക്കെ കണ്ടില്ല, നല്ല ക്യൂട്ടായിട്ടുള്ള പാത്രം. ഇത് നല്ല അടിപൊളി ഒരു ഐറ്റമായിരുന്നു. അതിൻ്റെ റേറ്റ് 2000 സംതിങ് എത്രയോ, 2845 രൂപ. പക്ഷെ നല്ല നല്ല അടിപൊളി ഒരു ഐറ്റം അത്. പിന്നെ ചട്ടികൾ, അത് ഇങ്ങനെ പിടിയുള്ള ഐറ്റം, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. നല്ല തിരക്കായതുകൊണ്ട് വീഡിയോ എടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എൻ്റെ ഇടയ്ക്കൂടെയൊക്കെ ഒരു വിധത്തിൽ ഒപ്പിച്ചെടുത്തതായത്. പിന്നെ മോളൊരു പേന എടുത്തിട്ടുണ്ടായിരുന്നു, അത് കൊണ്ടുവന്ന് എന്നെ കാണിച്ച് എടുത്തോട്ടേന്ന് ചോദിച്ചു. ഈ പാത്രം കണ്ടില്ല, നല്ല അടിപൊളിയൊരു പാത്രം. കണ്ട് ഈ ഒരു സെറ്റ് നല്ല റോയൽ ലുക്കുള്ളൊരു സംഭവം. പിന്നെ കപ്പിൻ്റെ ഏരിയ ആണ്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, ഇഷ്ടം പോലെ കളക്ഷൻസ് അതിലുണ്ട്. ഈ പാത്രം സെറ്റ് കണ്ടോ, ഇതിന് വളരെ വിലക്കുറവാണ്. അതിന് എത്ര 21,000 സംതിങ് എത്രയോ അതിൻ്റെ റേറ്റ് വരുന്നത്. ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. വേണ്ട, അതുപോലെ ഇതും വളരെ വിലക്കുറവാണ്. അത് 17,000 സംതിങ്ങേ ഉള്ളൂ. അതൊക്കെ കാണാൻ നമുക്ക് നല്ല രസം. ഇങ്ങനെ നല്ല വലിപ്പമുള്ള ജാറുകളാണ്. ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു ഗ്ലാസ് ഐറ്റംസ്. പിന്നെ കുറേ നട്ട്സ്, അങ്ങനെ അതെല്ലാം ഓഫറുണ്ടായിരുന്നു. അത് ഐറ്റമൊക്കെ ഓഫറുണ്ടായിരുന്നു. പിന്നെ ഓയില്, അതിൻ്റെ ഇടയ്ക്കൂട്ട് ചേട്ടൻ തുടച്ചുകൊണ്ട് പോവാന്ന്. പിന്നെ ഇത് വെജിറ്റബിൾ സെക്ഷനാണ്. നമ്മുടെ ലെറ്റ്യൂസ്, മഷ്റൂം, സ്വീറ്റ് കോണ്, അതെല്ലാം നിരത്തി വെച്ചിരിക്കുന്ന ഏരിയ. ക്യാപ്സിക്കം, ആവശ്യമുള്ളതൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു അവിടെ എല്ലാം. പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ഫ്രൂട്ട്സ് ഐറ്റം നമുക്ക് ഇവിടുന്ന് കിട്ടും. പുറത്തു നിന്നൊക്കെ മേടിച്ചാൽ നമുക്കെല്ലാം ചില ഐറ്റവും നമുക്ക് കിട്ടത്തില്ല. ഇവിടെ ഏത് ഫ്രൂട്ട്സ് നമുക്ക് ഇവിടുന്ന് കിട്ടും. പിന്നെ എടുത്ത സാധനങ്ങളെല്ലാം കൊണ്ടുപോയി ബില്ലാക്കി. നമ്മൾ ലുലു കണക്റ്റിലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു. ശരി, മോള് ഗിറ്റാർ എടുത്തിട്ട് ഇങ്ങനെ വായിക്കും. പഠിച്ചിട്ടൊന്നുമില്ല, അവർക്ക് ജസ്റ്റ് സ്കൂളിൽ എന്തോ ഇങ്ങനെ അവരെ പഠിപ്പിക്കുന്നുണ്ട്.
പിന്നെ കുറേ നല്ല അടിപൊളി ഐറ്റംസ്, കാണാൻ നല്ല രസമുണ്ട് ഇതൊക്കെ. കുറേ ഷോ പീസസ് ഉണ്ടായിരുന്നു അവിടെ. പിന്നെ കുറേ ഫ്ലവർ ഐറ്റംസ്, പോട്ട് ആൻഡ് ഫ്ലവർ. ഇതൊക്കെ കുറേ കീ ചെയിനാണ്. ഡ്രസ്സ് ഏരിയയിൽ കുഞ്ഞുങ്ങളുടെ പെൺകുട്ടികളുടെ ഡ്രസ്സ് ഏരിയ, നല്ല അടിപൊളി ഫ്രോക്കുകൾ കാണാൻ നല്ല ഭംഗിയുള്ള കുറേ ഫ്രോക്കുകൾ മേടിച്ചൊന്നുമില്ല, ജസ്റ്റ് അതിൻ്റെയൊക്കെ ഒന്ന് വീഡിയോ ഒന്ന് എടുത്തു. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, ആ വൈറ്റ് ഫ്രോക്ക്. ബില്ലിങ് ഏരിയയിൽ വന്നു. ലാസ്റ്റ് ലൈറ്റ് ഒന്ന് ബില്ലാക്കിയിട്ട് എല്ലാം പറക്കി പറക്കി വെക്കുവാണ് അവരെടുത്ത ഐറ്റങ്ങളൊക്കെ അതിനകത്തുണ്ടോ എന്ന് അവർ നോക്കുക. ബില്ലിങ് ഏരിയ വരുമ്പോൾ അവരെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് അവരെടുത്തിട്ട ഐറ്റങ്ങളൊക്കെ അതിലുണ്ടോ.